ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് ജസ്റ്റ് ഷോർട്ട്സ് ആയിട്ട് ഇടുകയാണ്. ഞാൻ കൂടുതൽ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ നോർമൽ മോയ്സ്ചറൈസറും സീറവും ടോണറും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഗ്രൂമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. പിന്നെ ഇതിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളിതിൽ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന കൂടെ തന്നെ ആ ഒരു ക്ലിപ്പ് കാണാൻ നോക്കുക. കാര്യം അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മേക്കപ്പിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ട്രിക്സൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച ട്രിക്സാണ് കേട്ടോ. ഞാനിങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത ടൈമിൽ ഏതോ ഒരു അമേരിക്കൻ അമ്മച്ചി ഇങ്ങനെ പറയുന്നത് കേട്ടു, ഇന്ന സാധനങ്ങൾ, അതായത് ഒരു കളർ തീം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ബ്ലഷ് ഏകദേശം ഒരു ഓറഞ്ച് റെഡ് ടോണാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അവർ പറഞ്ഞത് അഥവാ നമുക്ക് ഓറഞ്ച് കളർ കറക്റ്റർ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ അല്ലാതെ ഇടുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് ഉണ്ടായിരിക്കും, ഒരു പിഗ്മെൻറ്റേഷൻ ടൈപ്പ് നമുക്ക് ഉണ്ടായിരിക്കും. ബട്ട് ഇത് പക്ഷെ അങ്ങനെ ഒന്നും കണ്ടില്ല, നൈസ് സാധനമായിരുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്നത്, അതേ കണക്കിരിക്കും നമ്മുടെ മേക്കപ്പ് നമ്മുടെ മുഖത്തിന്. അപ്പം കണ്ടോ നല്ല ഗ്ലൈഡായിട്ട് പോയതുകൊണ്ടോ അതേ കണക്ക് വേണം നമ്മുടെ സ്കിൻ വെച്ചിരിക്കാൻ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അതിനുശേഷം ഞാൻ ബ്ലഷ് ഇട്ടു. ബ്ലഷ് തന്നെയാണ് എൻ്റെ ബ്ലഷ് ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ കളർ കറക്റ്റായിട്ട് ഞാൻ ആ ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മുഖത്ത് ഈ കോണ്ടോർ ടൈപ്പൊക്കെ വരത്തില്ലേ, അതൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യും ഗീസ്. എനിക്കങ്ങനെ ബ്ലഷിന് ഇന്നതിന് മാത്രം യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണേ അല്ല ഞാൻ. പിന്നെ എൻ്റെ ഐബ്രോ ആണ്. ഐബ്രോ എൻ്റെത് ജന്മന അങ്ങനെയാണ്, ഇങ്ങനെ മുകളിലോട്ട് കയറിയിരിക്കുന്ന ഈ എന്താ പറയുക, ഈ പിരമിഡൊക്കെ ഇല്ലേ, നമ്മൾ ഈ ഈജിപ്റ്റ് പിരമിഡ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഐബ്രോസാണ്. അങ്ങനത്തെ ഐബ്രോസ് ഉള്ളവർക്കേ അതിൻ്റെ പ്രശ്നം അറിയുള്ളൂ, അതിൻ്റെ വേദന അറിയുള്ളൂ ഗീസ്. കാര്യം ഒരിക്കലും ഒതുങ്ങില്ലത്. എത്ര ഇനി നമ്മൾ ഐബ്രോ സെറ്റ് ചെയ്ത് വെച്ചാലും ഒരിക്കലും ഒതുങ്ങില്ല. അതിങ്ങനെയില്ല, കൊമ്പ് പോലെ ഇരിക്കും. ഞാൻ എപ്പോൾ ഐബ്രോ ത്രെഡ് ചെയ്യാൻ പോയാലും അവിടുത്തെ ചേച്ചിമാർ ചോദിക്കും, എന്താ മോളെ ഇതിങ്ങനെ ഇരിക്കുന്നത്, മോള് ത്രെഡ് ചെയ്തതാണോ അതോ എലി കരണ്ടതാണോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. കാര്യം അതങ്ങനെയാണ്, ജന്മന അങ്ങനെയാണ്. അത് ആ ഒരു സൈഡിൽ ഇങ്ങനെ പൊങ്ങി, രണ്ട് പിരിയോ അങ്ങനെയാണ് എൻ്റെ, ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പം നമുക്കത് വിട്ടേക്കാം, അതിൻ്റെ രോദനമാണ്, അതങ്ങ് വിട്ടേക്കാം നമുക്ക് കേട്ടോ. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കിലോട്ട് പോയി. ഇത് എൻവൈബയുടെ എനിക്ക് ഫ്രീ കിട്ടിയ ലിപ്സ്റ്റിക്കാണ്, അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ ഞാനത് ഇടുന്നു. കാര്യം എനിക്ക് ഒരു ചിലവ് പോലും ആയിട്ടില്ല ലിപ്സ്റ്റിക്കിന്. അത് അടിപൊളി ലിപ്സ്റ്റിക്കായിരുന്നു കേട്ടോ, ഫ്രീ കിട്ടിയതാണെങ്കിൽ നല്ല രസമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബോഡി ലോഷനാണ്, അടിപൊളി ബോഡി ലോഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇതാക്കാം കേട്ടോ. ഇതും അടിപൊളി സ്പ്രേ ആണ് കേട്ടോ, ഭയങ്കര കോംപ്ലിമെൻറ്റ് കിട്ടിയ സ്പ്രേ ആണ് എനിക്ക്. അപ്പോൾ ടാറ്റ, ലവ് യു, ബൈ ഗൈസ്, ഉമ്മ.